ചെറുധാന്യങ്ങളായ റാഗി അഥവാ പഞ്ഞപ്പുല്ല്, മണിച്ചോളം, കമ്പം, തിന, മക്കച്ചോളം, ചാമ, വരക്, കൂവരക് തുടങ്ങിയവയെല്ലാം കേരളീയർ സാധാരണയായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന പുതുതലമുറയുടെ ഡയറ്റിലെ പ്രധാന ഭക്ഷണമായി മാറിയിരിക്കുകയാണ് ഈ കുഞ്ഞൻ ധാന്യങ്ങൾ. പേരിൽ ധാന്യമുണ്ടെങ്കിലും ധൈര്യമായി ഭക്ഷണമാക്കാവുന്നവയാണ് ഇവയെല്ലാം തന്നെ. വൈറ്റമിൻ ബി, കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ മൂലകങ്ങളുടെ കലവറയായ ചെറുധാന്യങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ധാന്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് രോഗികൾക്കും അമിതഭാരം കുറയ്ക്കുവാനും ഇവ ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മില്ലറ്റിൻ്റെ ഈ ഗുണങ്ങളൊക്കെ പുതുതലമുറയെ അറിയിക്കുവാനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും വേണ്ടിയാണ് വിദ്യ KS എന്ന വനിതാ സംരംഭക സ്വോജാസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഹെറിറ്റേസ്റ്റ് LLP എന്ന യൂണിറ്റ് തുടങ്ങി തങ്ങളുടെ ഉൽപ്പന്നം വിപണിയിലിറക്കുന്നത്. SFAC മുഖേന നടപ്പിലാക്കുന്ന MSME പദ്ധതിയുടെ ഭാഗമായി ഹെറിറ്റേസ്റ്റ് LLP എന്ന യൂണിറ്റിന് ഏകദേശം 10 ലക്ഷം രൂപയോളം ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ചെറുധാന്യങ്ങളിൽ നിന്നുള്ള പുട്ടുപൊടി, ദോശമാവ്, ഇടിയപ്പപ്പൊടി എന്നിവയാണ് ഹെറിറ്റേസ്റ്റിൻ്റെ ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ. ഇവ കൂടാതെ ഏത്തയ്ക്കാപ്പൊടി, വെളിച്ചെണ്ണ എന്നിവയും വിപണി കീഴടക്കിയിരിക്കുകയാണ്. എറണാകുളത്ത് എടത്തലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തുക്കൾ സമീപ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. കർഷകരിൽ നിന്നും FPOകൾ വഴി യൂണിറ്റിലെത്തിക്കുന്ന ചെറുധാന്യങ്ങൾ വൃത്തിയാക്കി ഉമിയും തവിടും നീക്കം ചെയ്ത് കഴുകി ഉണക്കിയ ശേഷം പൾവറൈസറുടെ സഹായത്തോടെ പൊടിച്ച് അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്ത മില്ലറ്റ് പൊടി പുട്ടുപൊടിയാക്കാൻ വറുത്തെടുക്കുന്നു. ശേഷം പാക്കിംഗ് മെഷീൻ വഴി ആകർഷണീയമായ പാക്കുകളിലാക്കി വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്നു. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ ആരോഗ്യകരമായ ഭക്ഷണവും അത് സോജാസ് ഫാമിലൂടെ നൽകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് വിദ്യയും ഹെറിറ്റേസ്റ്റ് LLPയും.